കോമ്പറ്റീഷൻ ഐറ്റം മലയാളം ആക്ഷൻ സ്റ്റോറി. പാർട്ടിസിപ്പന്റ് അതിഥി കെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി പശുവും മാൻകുട്ടിയും. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ അപ്പു എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അവന് ഒരു പശുവും ഉണ്ടായിരുന്നു. സുന്ദരി എന്നായിരുന്നു അവളുടെ പേര്. എന്നും രാവിലെ അപ്പു സുന്ദരിയെ കൂട്ടി പുല്ലുമേയാൻ പോയിരുന്നു. ഒരു ദിവസം പുല്ലുമേയുന്നിടയിൽ സുന്ദരി ഒരു മാൻകുട്ടിയെ കണ്ടു. പല പ്രാവശ്യം കണ്ടപ്പോൾ അവർ ചങ്ങാതിമാരായി. ഒരു ദിവസം മാൻകുട്ടി ചോദിച്ചു, സുന്ദരി സുന്ദരി, നീ എന്റെ കൂടെ കാട്ടിലേക്ക് പോരുന്നു. അവിടെ ധാരാളം പഴങ്ങളും നല്ല നല്ല പൂക്കളും ഭംഗിയുള്ള പുല്ലുകളും ഒക്കെ ഉണ്ട്. എനിക്ക് വേണ്ടതൊക്കെ തരാം. പല പ്രാവശ്യം വിളിച്ചപ്പോൾ സുന്ദരി മാൻകുട്ടിയോടൊപ്പം കാട്ടിലേക്ക് പോയി. കാട്ടിലെത്തിയപ്പോൾ സുന്ദരി പറഞ്ഞു, കാട്ടിൽ എന്തൊരു ഭംഗി, എത്ര പഴങ്ങൾ, എത്ര പൂക്കൾ, ഭംഗിയുള്ള പുല്ലുകൾ. അങ്ങനെ അവിടെ സുന്ദരി കളിച്ചു രസിച്ചു നിൽക്കുമ്പോഴാണ് ശബ്ദം കണ്ടത്. സുന്ദരി പേടിച്ചു പോയി. സുന്ദരി ചോദിച്ചു, മാൻകുട്ടി മാൻകുട്ടി, എന്താണ് ശബ്ദം? മൃഗങ്ങളൊക്കെ പേടിച്ചോടുന്നല്ലോ. കൂട്ടത്തിൽ മാൻകുട്ടിയും ഓടാൻ തുടങ്ങി. ഓട്ടത്തിനിടയിൽ മാൻകുട്ടി പറഞ്ഞു, സുന്ദരി സുന്ദരി, ഓടിക്കോ, കാട്ടിലെ രാജാവ് സിംഹം വരുന്നുണ്ട്. സുന്ദരി പേടിച്ചോടി. ഓട്ടത്തിനിടയിൽ സുന്ദരി ചോദിച്ചു, ഈ കാടിനെ കുറിച്ചുള്ള ഭംഗിയെ പറ്റി പറയുമ്പോ അപകടങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ, അതെന്താ? എനിക്കൊരു കാര്യം മനസ്സിലായി. പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിച്ചത്. ഇതും പറഞ്ഞ് സുന്ദരി വീട്ടിലേക്കോടി. പാവം അപ്പു സുന്ദരിയെയും കാത്ത് പഠിക്കൽ നിൽപ്പുണ്ടായിരുന്നു. സുന്ദരി വന്നപ്പോൾ അപ്പുവിന് വലിയ സന്തോഷായി. പിന്നീട് ഒരിക്കലും സുന്ദരി കാട്ടിലേക്ക് പോയതേയില്ല. എന്നും നാം എന്താണ് മനസ്സിലാക്കിയത്? പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിച്ചെടുത്ത്. ഇത്രയും പറഞ്ഞ് എന്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.